morning. Subaida mute ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ശരി, ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്. ഓക്കെ സനില, ഗുഡ് മോർണിംഗ്. നമ്മള് കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ അഞ്ജന, ഗുഡ് മോർണിംഗ്. എല്ലാം നമ്മുടെ പി ജിയുടെ ക്ലാസ് പോർഷൻസ് ഒക്കെ കവർ ആയിട്ടുണ്ട് അല്ലെ, അവരുടെ അടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ അതിര, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഞാൻ പി ജി 5th മൊഡ്യൂളിൽ ഞാൻ തുടങ്ങിയ ചാപ്റ്റർ HRM ആയിരുന്നു. HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അതായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ, റെഡി ആണല്ലോ? ഇപ്പോഴേ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും പോർഷൻസുകളൊക്കെ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എടുത്ത ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യം തുടങ്ങിയത് HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഓർക്കുന്നുണ്ടോ അത്? ആ ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ നിങ്ങള്? വായിച്ചൊക്കെ നോക്കിയിരുന്നോ? കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്? നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരേപോലെ മുന്നോട്ട് പോകണം അല്ലെ, എങ്കിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ബോത്ത് ഇവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ദാറ്റ് മീൻസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് go hand in hand. The administration cannot prove to be successful. കണ്ടോ, അതായത് രണ്ട് വഴിക്കല്ല പോകേണ്ടത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും രണ്ടും ഒരേ രീതിയിൽ ഒരേപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇനി ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ അടുത്ത് വരുന്നതെങ്കിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, ദാറ്റ് ഹാവ് ടു കൺട്രോൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ ഓവർ ദ ഹോസ്പിറ്റൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻ സ്റ്റാറ്റസ് അല്ലെ. ഒരു ഫുൾ ഹോസ്പിറ്റൽ കൺട്രോൾ ആണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആരാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസിനെ പല പല പേരുകളിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. വർക്ക് ഫോഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്, അതുപോലെ തന്നെ മറ്റു പല പേരുകൾ ഏതൊക്കെയായിരുന്നു, മാൻ പവർ അല്ലെ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ്, സിംപ്ലി പീപ്പിൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? They are the set of people അല്ലെ who contribute their skill, knowledge and experience അല്ലെ to achieve the organizational goals. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും അതുപോലെ നോളജും എക്സ്പീരിയൻസും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന
ഒരു കൂട്ടം ആളുകള്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സസ് അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെ? പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ പഠിച്ചതാണ് HR മാനുവൽ, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. നമുക്കറിയാം അത് വളരെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്, അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ വളരെ വിശദമായിട്ട്, അല്ലെ, വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗൈഡാണ്, അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ അഥവാ HR മാനുവൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് HR മാനുവലിനകത്ത് വരുന്ന എന്താണ് ഇൻഡെക്സ് ആണ്, അല്ലെ? ഇതൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ കണ്ടന്റുകളാണ് അതിനകത്ത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ഏകദേശം ഒരു 34ഓളം കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു വിശേഷണമാണ് HR മാനുവൽ. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ബൈബിൾ ഓഫ് HR എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? HR-ന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്, ഈ പറയുന്ന HR മാനുവലിനെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അവിടെ കണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫേസസ് ഓഫ് HR ആണ്, അല്ലെ? ഹ്യൂമൻ റിസോഴ്സിന്റെ 4 ഫേസുകളാണ് നമ്മൾ അവിടെ കണ്ടത്. ഏതൊക്കെയായിരുന്നു? പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് എക്സിറ്റ്, അല്ലെ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പ്രീ റിക്രൂട്ട്മെന്റ്, അതായത് ഒരു റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് മാനേജ്മെന്റ്, അതായത് ആ ഓർഗനൈസേഷനിൽ നടത്തുന്ന ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്, അല്ലെ? അതാണ് എന്ത് നമ്മൾ പറയുന്നത്, പ്രീ റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് പ്രീ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്തെങ്കിലും വാക്കൻസികൾ വരുമ്പോൾ അത് HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ മുതലാണ് പ്രീ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെ വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം, അല്ലെ? ഇപ്പൊ പുതുതായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ധാരാളം വാക്കൻസികൾ ഉണ്ടാവും, ശരിയല്ലേ? അതേസമയം ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും വാക്കൻസികൾ വരാം. എങ്ങനെയൊക്കെ വാക്കൻസികൾ വരാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ ഈ പറയുന്ന പോലെ പേഷ്യൻസിന്റെ എണ്ണം കൂടുമ്പോൾ എന്താണ് മതിയായ സ്റ്റാഫുകൾ പോരാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നിലവിലുള്ള ഹോസ്പിറ്റലിലെ തന്നെ പുതിയൊരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, അല്ലെ, മറ്റേതെങ്കിലും ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അവിടെ വാക്കൻസികൾ വരാമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പിന്നെ ഈ പറയുന്ന പോലെ കൂട്ടമായിട്ട് ആളുകൾ റിസൈൻ ചെയ്തു പോകുന്ന സിറ്റുവേഷനില്, അല്ലെ, അങ്ങനെയൊക്കെ എന്ത് വരാം, ഈ പറയുന്ന വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞു പോയത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു, റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വസിഷൻ, അല്ലെ? നമ്മൾ എങ്ങനെയാണ് ടാലന്റ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഇന്റന്റ് ആണ്, അല്ലെ? ഇന്റന്റ് മീൻസ് റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വസിഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു അത് HR മാനേജറിനോട് അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനോട് നമ്മൾ രേഖാമൂലം ഒഴിവുകൾ അറിയിക്കും, അല്ലെ? ഒഴിവുകൾ അറിയിക്കും. അത് മാത്രമല്ല ഉടനടി തന്നെ ആക്ഷൻ എടുക്കുകയാണോ ചെയ്യുക HR മാനേജർ ചെയ്യുന്നത്, അങ്ങനെയാണോ? അല്ല, അവർക്ക് ഒരു ഇന്റന്റ് ഫോം ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു റിക്വസ്റ്റ് ഫോം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കും, അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലെ HOD-യുടെ അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഒരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കണം ആ ഒരു ഇന്റന്റ് HR മാനേജറിന്റെ അടുത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെ? എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഒരു ഇന്റേണൽ ഓഡിറ്റ് അവര് കണ്ടക്ട് ചെയ്യും, അല്ലെ? അതായത് ആ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം അതേ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. അതായത് നമ്മളെ സംബന്ധിച്ച് പുതുതായിട്ടൊരു കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഉണ്ട്, എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേസമയം എന്താണ് നമ്മള് ഈ പറയുന്ന പോലെ എന്താണ് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്റ്റാഫുകളെ നമുക്ക് എന്താണ് വാക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും,
ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ആ രീതിയിലാണ് ആദ്യം നോക്കുക. അതായത് ആ ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് ഏതെങ്കിലും സ്റ്റാഫുകൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്റ്റാഫുകളെ നമ്മൾ നിലവിലെ വാക്കൻസി ഉള്ളിടത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അല്ലെ? അതാണ് ആദ്യം അവർ ശ്രമിക്കുക. അതിനുശേഷം മാത്രമാണ്, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ പുതിയ കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യുള്ളൂ, റിക്രൂട്ട് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞു പോയിരുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ഒരു മോഡൽ കണ്ടു അല്ലെ, ഒരു ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ, അതിന്റെ ഒരു മോഡൽ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഒരു ഇന്റന്റ് ഫോമിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് ഹൗ ടു അക്വയർ എംപ്ലോയീസ്, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലോട്ട് എംപ്ലോയീസിന് നമുക്ക് ലഭിക്കുന്നത്, ഏത് രീതിയിലാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കാം. അവിടെ ഒരു 8 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 8 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയായിരുന്നു ആ പോയിന്റുകൾ? എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, അതുപോലെ പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്, പിന്നെന്താണ് നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്, പിന്നെ ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്, വാക്കിംഗ് കാൻഡിഡേറ്റ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഓൺലൈൻ ജോബ് സൈറ്റ്സ്, അഡ്വർടൈസ്മെന്റ് എക്സെട്ര. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന 8 പോയിന്റുകൾ. അപ്പൊ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതായത് ഇപ്പൊ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെ, അപ്പൊ അത് അന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു BEd കഴിഞ്ഞൊരു ആള് അല്ലെ, ഞാൻ അതാണ് എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ടീച്ചിങ് കോഴ്സ്, ഒരു BEd കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ മറ്റൊക്കെ അവർ അപ്ലിക്കേഷൻസുകൾ കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലെ. അവിടെ വാക്കൻസി ഇങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടോ മറ്റോ അല്ല അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താണ്, അവർക്ക് പരിചയമുള്ള സ്കൂളുകളിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലൊക്കെ അവരെന്ത് ചെയ്യും, ബയോഡാറ്റ കൊണ്ട് കൊടുക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും വാക്കൻസികൾ വരുന്ന സമയത്ത് അവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്കറിയാം എന്താണ്, ഈ പറയുന്ന ഓർഗനൈസേഷനില് ഹോസ്പിറ്റലുകളിലായാലും നമുക്ക് മറ്റുള്ള ഓർഗനൈസേഷനിലായി കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ധാരാളം അപ്ലിക്കേഷൻസുകൾ ലഭിക്കും അല്ലെ. കാൻഡിഡേറ്റിന്റെ ബയോഡാറ്റകൾ നമുക്ക് ലഭിക്കും. അതൊന്നുകിൽ അവര് സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ഹാർഡ് ഫയൽസ് ആയിട്ട് അവര് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, പിന്നീട് എന്തെങ്കിലും വാക്കൻസികൾ വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അത് പരിഗണിക്കാവുന്നതാണ്. അതാണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്, അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനേജേഴ്സ് അവർക്ക് വേണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ റിലേറ്റീവ്സിനോ യോഗ്യതയുള്ള ആളുകളെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം അല്ലെ, റെക്കമെൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നേരിട്ട് അവരെ കൊണ്ടുവന്ന് റെക്കമെൻഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് ആപ്ലിക്കേഷൻ ഫോമുകൾ അയക്കാനായിട്ട് ആവശ്യപ്പെടാം. പക്ഷെ അവിടെ ഒരു എന്തുണ്ട്, ഒരു റിസ്ക് ഉണ്ട്. കാര്യം നമ്മളൊരാള് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഫ്രോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തി ഏറ്റവും ശ്രദ്ധയോടുകൂടി വേണം എന്ത് ചെയ്യാനായിട്ട്, ആളുകളെ റെഫർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവും, റെഫർ ചെയ്ത് അയാൾ ജോലിക്ക് കയറി എന്തെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ റെക്കമെൻഡ് ചെയ്ത വ്യക്തിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ് അല്ലെ. അതെ, ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഡെയിലി എന്നോണം ഒരുപാട് പേഷ്യൻസുകള് വിസിറ്റേഴ്സുകള് അല്ലെ ധാരാളം വന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇതുപോലെ വാക്കൻസികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോട്ടിഫൈ ചെയ്യാവുന്നതാണ്. അത് കണ്ടും ധാരാളം ആപ്ലിക്കേഷൻസുകൾ ലഭിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ത്രൂ CCTV ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ഫ്ലോർസ് അല്ലെ. ഇതിപ്പോ എല്ലായിടത്തും എന്തുണ്ട്, CCTV ഉണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലും ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ വിവിധ ഏരിയകളിൽ വിവിധ ഫ്ലോറുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVകൾ വഴിയായിട്ടും നമുക്ക് അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കാം. അപ്പൊ ആ അഡ്വർടൈസ്മെന്റിന്റെ കൂട്ടത്തിൽ വാക്കൻസികൾ ഉണ്ടെങ്കിൽ അതും അതിലൂടെ നമുക്ക് നോട്ടിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെയും നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസുകൾ ലഭിക്കും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ് ഉണ്ട് അല്ലെ. പ്രൊഫഷണൽ കൺസൾട്ടൻസ് മുഖേന ധാരാളം ആപ്ലിക്കേഷൻസുകൾ ലഭിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വാക്കിംഗ് കാൻഡിഡേറ്റ് ആണ്. ഇതിൽ നമ്മൾ തൊഴിൽ മേളകളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പ്രത്യേകത, ഒരുപാട് കമ്പനികൾ ബൾക്കായിട്ട് ഇവിടെ വരും, തൊഴിൽ മേളയ്ക്ക് വരും, ജോബ് ഫയറിൽ വരും. അപ്പൊ ആർക്ക് വേണമെങ്കിലും, അത് പ്രീ പ്ലാൻഡ് അല്ല, ആർക്ക് വേണമെങ്കിലും ആ ഒരു ജോബ് ഫെയറിന്റെ ഭാഗമാവാം,
അവർക്ക് അവിടെ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയും ധാരാളം ആപ്ലിക്കേഷൻസുകൾ ലഭിക്കാം. പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ അല്ലെ. ഈ പറയുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അല്ലെ, ഇങ്ങനെയൊക്കെ ഉള്ളതിലൂടെ നമുക്ക് ധാരാളം എന്താണ് അഡ്വർടൈസ്മെന്റ്സുകൾ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലുകൾ പൊതുവെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ പരസ്യം ചെയ്യാറില്ല. കാര്യം ഒരു പക്ഷെ അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ടായി അല്ലെ. ഓക്കെ, അപ്പോ അതിന് പകരമായിട്ട് അവരുപയോഗിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് അവർ കൂടുതൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും. ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഗൂഗിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന് സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ ഏറ്റവും വിസിബിൾ ആവുന്ന രീതിയിൽ അവരുടെ വെബ്സൈറ്റ് തുറന്നു വരണം അല്ലെ. നമ്മളിപ്പോ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് അവിടുത്തെ സർവീസ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക അല്ലെ. അതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അതിന് പെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യും, പെയ്ഡ് ആയിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ്, നമ്മുടെ ഹോസ്പിറ്റൽ ഏതാണ് അതിന്റെ സൈറ്റ് പെട്ടെന്ന് എടുത്ത് കാണത്തക്ക രീതിയിൽ അല്ലെ, ആ രീതിയിൽ വേണം അതില് എന്താണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അന്നത് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഓൺലൈൻ ജോബ് സൈറ്റുകൾ അല്ലെ, ഇഷ്ടം പോലെ ഓൺലൈൻ ജോബ് സൈറ്റുകൾ ഉണ്ട്. ഇപ്പൊ Naukri.com അതിന്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഹെഡ് കോഞ്ചസ്, ഇൻഡീഡ്, നൗക്കരി, ഷൈൻ ഇതൊക്കെ എന്താണ് ഒരുപാട് ഓൺലൈൻ ജോബ് സൈറ്റുകളാണ് അല്ലെ. അതുവഴിയായിട്ട് നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് ലഭിക്കാം. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ ഉപയോഗം അല്ലെ, ഈ പറയുന്ന ഇന്റർനെറ്റും ഓൺലൈനാണ് കൂടുതലും ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് ഏറ്റവും യങ് ജനറേഷനിലുള്ള ആളുകളുടെ വരെ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ലഭിക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ അതിനകത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്വർടൈസ്മെന്റ് ആണ്. മുകളിൽ നമ്മൾ ഒരുപാട് 8ഓളം പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അതുവഴിയായിട്ടൊക്കെ നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലെ. പക്ഷെ ചിലപ്പോ നമ്മളുടെ നമ്പർ ഓഫ് വാക്കൻസീസിന് എന്താണ് അനുയോജ്യമായിട്ടുള്ള ഈ പറയുന്ന ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ആപ്ലിക്കേഷൻസുകൾ നിലവിലുള്ള വാക്കൻസികൾ ഫില്ല് ചെയ്യാൻ പര്യാപ്തമല്ലെങ്കിൽ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ശരിയല്ലേ? അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നമ്മൾ അഡ്വർടൈസ്മെന്റ് സാധാരണ കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത സമയപരിധി നമ്മൾ വെക്കാറുണ്ട് അല്ലെ. കാര്യം നമ്മൾ പറഞ്ഞു ഓരോ കാൻഡിഡേറ്റിന്റെ നേച്ചർ അനുസരിച്ച് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനടി ജോലി ആവശ്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ CV ആയിരിക്കും. അതേസമയം നിലവിലൊരു ജോലിയിൽ ഇരിക്കുന്ന ആളാണ്, കുറച്ചുകൂടെ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരൊരു പക്ഷെ ഒരാഴ്ച സമയമൊക്കെ എടുത്തിട്ടായിരിക്കും ആപ്ലിക്കേഷൻസുകൾ അയക്കുന്നുണ്ടാവുക. അതേസമയം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആള്, കുറെ കൂടെ നല്ലൊരു ബ്രൈറ്റർ കരിയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ആ അഡ്വർടൈസ്മെന്റിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കും അല്ലെ. അന്വേഷിച്ച് അത് ഇവരുടെ ആവശ്യങ്ങൾക്ക്, ഇവരുടെ അതായത് കാൻഡിഡേറ്റ്സിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? CV അയക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വിഭാഗം കാൻഡിഡേറ്റ്സിനെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു നിശ്ചിത സമയപരിധി കൊണ്ട് കൊടുക്കുന്നത്. അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയൂല്ലേ, അതായത് നിങ്ങളുടെ CV 2 വീക്സിനുള്ളിൽ അല്ലെങ്കിൽ 14 ഡേയ്സിനുള്ളിൽ അയക്കാൻ പറയും. ആ ഒരു 14 ഡേയ്സ് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു നിശ്ചിത സമയപരിധി നമ്മൾ കൊടുക്കുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനെയും പരിഗണിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ലഭിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ലഭിച്ചാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണേ? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില പാരാമീറ്റേഴ്സുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുറച്ച് പാരാമീറ്റേഴ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി റേഞ്ച്, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി, ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള ധാരാളം പാരാമീറ്റേഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്.
പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒരു 10-15 വേക്കൻസിയിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ നമുക്കൊരു 50-60 ആപ്ലിക്കേഷൻസുകൾ ആവശ്യമായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ ഒരു 10-15 വേക്കൻസികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിലേക്കുള്ള ആളുകളെ വേണ്ടൂ. എങ്കിൽ കൂടിയും നമുക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 100-ന് മുകളിലൊക്കെ ആപ്ലിക്കേഷൻസുകൾ ആവശ്യമായിട്ട് വരും. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾക്കറിയാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂ പാനലിനെ നമ്മൾ ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ ആയിരിക്കണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത്, പാനൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കണം, അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ പാനലിനെ പറ്റി സംസാരിച്ചു. ഇന്റർവ്യൂ പാനലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് ഏത് കാറ്റഗറിയിലേക്കാണോ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ബോർഡ് മെമ്പേഴ്സിനെയാണ് നമ്മൾ അവിടെ ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാറ്റഗറിയെ പറ്റി പറഞ്ഞു. അതായത് ഇപ്പൊ നമുക്കറിയാം കാൻഡിഡേറ്റ്സിനെ നമ്മൾ 3 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, ലോവർ കാറ്റഗറി സ്റ്റാഫ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ചിട്ടുള്ള എന്താണ് മെമ്പേഴ്സിനെയാണ് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ പെടുന്നത് ഏതൊക്കെ? സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ വരുന്നത് വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ അല്ലെ. ഓക്കെ, അതുപോലെ സീനിയർ മാനേജേഴ്സ്, ഇത്രയും ഉൾപ്പെടെയാണ് ഏതിനകത്ത് വരുന്നത്? സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിക്കകത്ത് വരുന്നത്. അങ്ങനെയുള്ളവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? ചെയർമാൻ, കോർപ്പറേറ്റ് GM അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഹെഡ്, അതുപോലെ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇത്രയും പേരെയാണ് അവിടെ നമ്മൾ നിയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾ, അതായത് മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ജൂനിയർ മാനേജ്മെന്റ് ആവില്ല തരാം, മാനേജറിനോ അസിസ്റ്റന്റ് മാനേജറിനോ സൂപ്പർവൈസർ എന്നോ ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവണം അത് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന സ്റ്റാഫുകളാണ്. ഓക്കെ, അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ചെയർമാൻ, ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കൺസേൺഡ് HOD, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫുകളുണ്ട്, സബ് സ്റ്റാഫുകൾ അല്ലെ. ഏറ്റവും ലോവർ കാറ്റഗറി സ്റ്റാഫുകളാകുമ്പോൾ അവര് അത് ഇതൊക്കെയാണ് കാറ്റഗറി ഫ്രണ്ട് ഓഫീസർ, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫ് അല്ലെ. അങ്ങനെയുള്ളവരുടെ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? കൺസേൺഡ് HOD, HR മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. കണ്ടോ? അപ്പൊ ഒരു കാര്യം അറിയാം, എല്ലാ കാറ്റഗറിയിലെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ HR മാനേജർ അതിന്റെ ഒരു കോമൺ മെമ്പർ ആണ് അല്ലെ. ബാക്കിയുള്ളവരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ രേഖാമൂലം അവരുടെ കൺഫർമേഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം അല്ലെ. രേഖാമൂലം അവരുടെ ആ ഒരു പ്രസൻസ് നമ്മൾ കൺഫേം ചെയ്തിരിക്കണം അല്ലേ. അതാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനോട് അത് മുൻകൂട്ടി തന്നെ നമ്മൾ അറിയിച്ചിരിക്കണം. ഇന്റർവ്യൂ ഡേറ്റിന് അതിനുശേഷമേ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ആദ്യം ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരെ അറിയിക്കുകയല്ല നമ്മൾ ചെയ്തത്. ആദ്യം പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി നമ്മൾ വാക്കാലും അവരോട് പറയണം, ഓറലി നമ്മൾ പറയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുകൂടാതെ റിട്ടേൺ ഫോമിലും നമ്മൾ അതിന് എന്ത് ചെയ്തിരിക്കണം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ഇന്റർവ്യൂ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം അതിനിടയിലാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. എന്താണ് ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം? IOM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ഓർഗനൈസേഷനില് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ്, റിട്ടേൺ ഡോക്യുമെന്റിനെയാണ്
ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. ചുരുക്കി പറഞ്ഞാൽ ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം മുഖേനയാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുന്നത് അല്ലെ. അതായത് അവരുടെ അവൈലബിലിറ്റി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അവരോട് നമ്മൾ പറഞ്ഞു ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടാണ്ട് റിട്ടേൺ രീതിയിലും രേഖാമൂലം നമ്മൾ അവരായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഏത് രീതി രേഖാമൂലം എന്ത് രേഖയാണ് ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു രേഖയിലൂടെയാണ് നമ്മൾ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റേഴ്സിന്റെ പോലെ അത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. സബ്ജക്ട് കൊടുക്കുക, റെഫറൻസ് കൊടുക്കുക, ഒഫീഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കാം. അതല്ലാതെ മറ്റൊരു ഫോർമാലിറ്റിയും അതിനകത്ത് ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിയർ സാറെന്നോ അല്ലെങ്കിൽ ഡിയർ മാഡമെന്നോ അങ്ങനെയുള്ള സല്യൂട്ടേഷൻസുകളൊന്നും തന്നെ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതായത് ഒട്ടും ഫോർമാലിറ്റി വേണ്ട എന്നാണ് അവിടെ പറയുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കാം, ഇത്രയേ ഉള്ളൂ. അതുപോലെ താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിച്ചതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ശരിക്കും എന്തിൽ വരുന്നതാ പ്രീ റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ് അല്ലെ. പ്രീ റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ് റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ നടത്തുന്ന തയ്യാറെടുപ്പുകളാണ് അല്ലെ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ കോൾ ലെറ്റർ അയക്കുന്നത്. കോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവിന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവർക്ക് അയക്കുന്ന ഡോക്യുമെന്റ് ആണ് അല്ലെ കോൾ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കോൾ ലെറ്റർ അയക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഒരു കോൾ ലെറ്ററിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. വെന്യൂ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ഇന്റർവ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ സബ്ജക്ട് ഉണ്ടായിരിക്കണം, റെഫറൻസ് ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ഡിയർ പേര് വെച്ച് ഒരിക്കലും പരാമർശിക്കരുത്. ഡിയർ കാൻഡിഡേറ്റ് എന്ന് മാത്രമേ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മളൊരു കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് കണ്ടു. നമ്മളൊരു കോൾ ലെറ്റർ അയക്കുന്നതിനോടൊപ്പം തന്നെ അവര് ആ ഒരു കോൾ ലെറ്റർ കൈപ്പറ്റിയതായിട്ടുള്ള ആ ഒരു കൺഫർമേഷനും കൂടെ നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. അതായത് നമ്മൾ കോൾ ലെറ്റർ കൊടുത്തു, കോൾ ലെറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് അല്ലെ. ഓക്കെ, നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരു ഇന്റർവ്യൂ സമയത്ത് എന്തൊക്കെയാണ് നമ്മളൊരു കാൻഡിഡേറ്റിന്റെ അളക്കുന്നത് അല്ലെ. ഈ പറയുന്ന ആ ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അല്ലെ. ഓക്കെ, ഐ കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ, ഇന്റഗ്രിറ്റി, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ, ബിഹേവിയർ, കോൺഫിഡൻസ്, അപ്രോച്ച്, ടെക്നിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ. എന്താണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്? ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ ഒരു മാതൃകയാണ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ഇത്ര പ്രസക്തി വരാനുള്ള ഒരു റീസൺ? സാധാരണ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ HR മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അവർക്ക് ചോദിക്കാനും സാധിക്കും. അതേസമയം ഇന്റർവ്യൂ പാനൽ ബോർഡ് എന്ന് പറയുമ്പോൾ അതിൽ പല പല ഫീൽഡുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ആൾക്കാരുണ്ടാവാം, ബിസിനസ് ഫീൽഡിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചോദിക്കണം, അവരെ എന്തുമാ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ചോദിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഒരു അവയർ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പാനൽ മെമ്പേഴ്സിന് അവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നോക്കി ചോദിക്കാൻ പറ്റും. മറ്റൊന്ന്, അവരുടെ ആ ഒരു ഇന്റർവ്യൂവിലുള്ള അവരുടെ ഒരു പങ്കാളിത്തം അവിടെ കുറേയും കൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണാലിസം അതിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയറിന്റെ അതിന്റെ ഒരു സ്പെസിഫിക് നമ്മൾ കണ്ടു. എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ആ കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ്.
അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ കണ്ടു. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കാണ്? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കാണ് അല്ലെ? അതെ, അപ്പോയിന്റ്മെന്റ് ഓഫർ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള ആൾക്കാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫർ കൈപ്പറ്റിയതിന് ശേഷം അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുന്നത് കേട്ടോ. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള രണ്ടാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുത്ത് അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ അയക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവിധ ജോയിനിങ് ഫോർമാലിറ്റീസും അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ മോഡൽ കണ്ടു. അതിനകത്ത് ഏകദേശം ഒരു 19ഓളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ അകത്ത് ആ ഒരു ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു 19 ക്ലോസുകൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സെയിം ക്ലോസുകൾ ഏതിനകത്തും വരുന്നുണ്ട്? അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്തും വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് അബൌട്ട് ദ എംപ്ലോയീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സംബന്ധമായിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻസ്, അതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുണ്ട്. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ബേസ് ഡോക്യുമെന്റ് regarding the duties and responsibilities entrusted to an employee. കണ്ടോ? ഒരു എംപ്ലോയിക്ക് നമ്മൾ നിയോഗിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബേസ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പൊതുവെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ നമ്മൾ പറയുന്നുണ്ട്. പോരാത്തതിന് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജോയിനിങ് ഓർഡർ ആണ്. ജോയിനിങ് ഓർഡർ ആരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? കാൻഡിഡേറ്റ് അവർ എന്താണോ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ദിവസമാണ് അവർ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓഫർ ഉണ്ടല്ലോ, ആ ഓഫറിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ പാലിക്കാം എന്ന് അവർ സമ്മതം അറിയിച്ചുകൊണ്ട് ആ ജോയിനിങ് ടൈമിൽ എപ്പോഴാണോ അവർ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ഡേറ്റിലാണ് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ജോയിനിങ് ഓർഡറിന്റെ മോഡൽ കണ്ടു. ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേര് കൂടെ പറയും, പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യണം. അവരുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജോയിനിങ് ഫോർമാലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ജോയിനിങ് ഫോർമാലിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്? വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്, verification of testimonials, verification of last drawn salary, pre-employment medical checkup, previous employer verification, personal verification, etc. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അഥവാ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ സ്പെസിമെൻ നമ്മൾ കണ്ടു. അതിനകത്തും ഇതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഓഫറിലെ പോലെ സെയിം ക്ലോസുകൾ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ അഥവാ അപ്പോയിന്റ്മെന്റ് ലെറ്ററിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൊബേഷൻ പീരീഡിനെ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു, അവർ ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും അല്ലെ? ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. നമുക്കറിയാം ആ ഒരു ട്രെയിനിങ് പീരീഡിലാണ് മാനേജ്മെന്റ് അവരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതും അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അല്ലെ? അപ്പോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഡോക്യുമെന്റേഷൻ, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, അതുപോലെ തന്നെ ഇതെല്ലാം അതുപോലെ സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, അതായത് മേലുദ്യോഗസ്ഥരുമായിട്ട് അവർ എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ ഓർഗനൈസേഷനിലും വ്യത്യാസം ഉണ്ടാവും പ്രൊബേഷണറി പീരീഡ്. ചില സ്ഥലങ്ങളിൽ 6 മാസം ആവാം, ചിലയിടത്ത് 3 മാസം ആവാം, ചിലപ്പോൾ 1 വർഷം വരെ ആവാം. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്നിട്ട് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കുന്നത് അല്ലെ? പെർഫോമൻസ് അപ്രൈസൽ ഫോർ കൺഫേമിംഗ് ദ ഫോളോയിങ്. എന്തിനാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. അത്രേ ഉള്ളൂ. ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനാണ്? ഒന്ന് അവരുടെ കൺസർവേഷൻ ഓഫ് ജോബ്, പ്രൊമോഷൻ, അവരുടെ സാലറി ഇൻക്രിമെന്റ്,
എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, ടെർമിനേഷൻ അല്ലെ. അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് അവരുടെ ജോബ് കൺഫേം ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവർക്ക് പ്രൊമോഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അവരുടെ സാലറി കൂട്ടണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റും. അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ടെർമിനേഷൻ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡ് വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാം അല്ലെ. പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞത് HR അപ്രൈസൽ ആണ്. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ അപ്രൈസൽ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ പ്രൊബേഷണറി പീരീഡ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അപ്രൈസൽ നടത്താവുന്നതാണ്. ചില ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ 3 മാസം കൂടുമ്പോഴൊക്കെ അപ്രൈസൽ നടത്തും, ഇവാലുവേഷൻ നടത്തും. അപ്പൊ നമ്മൾ 3 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ നടത്തുമ്പോഴത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്, ഇനി അതല്ല അവരുടെ പെർഫോമൻസ് മോശമാണോ അല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്, അതായത് ആ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്ററിൽ നമ്മൾ മൊത്തത്തിൽ HRM ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഒരു കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഓക്കെ ആയിരുന്നോ? ചാപ്റ്റർ ഓക്കെ ആണോ? ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ, അതിലൊരു കണ്ടന്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം. എനിക്കിത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, കാര്യം നമ്മളിതൊക്കെ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ആണ്, ബട്ട് ലെങ്തി. ഓക്കെ, ശരി, ലെങ്തി ആണ്, പക്ഷെ കാര്യങ്ങൾ ഒരുപാടില്ല, ഒരു കഥ പോലെ ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. അപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് ലഭിക്കുന്നു, അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ചില പാരാമീറ്റേഴ്സുകൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അതിന്റെ കുറെ ഫോർമാറ്റുകളാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്ത കോൾ ലെറ്റർ അയക്കണം. കോൾ ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ തിരിച്ച് അവര് വരുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ബേസിസിലാണ് അവരെ നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാം കേട്ടോ. അത് വായിക്കാം, എളുപ്പമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ്, വാട്ട് ഈസ് കൺസിഡേർഡ് ദ ബൈബിൾ ഓഫ് HR? ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. എംപ്ലോയി ഹാൻഡ് ബുക്ക്, കമ്പനീസ് ആനുവൽ റിപ്പോർട്ട്, ദ HR മാനുവൽ, ദ ഓർഗനൈസേഷണൽ ചാർട്ട്. എന്താണ് ആൻസർ? നിങ്ങൾ പറയൂ. എന്താണ് ബൈബിള്? സി ആണ് ഓപ്ഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. HR മാനുവൽ ആണ് അല്ലെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത നോക്കിയേ. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷൻസ് വായിക്കാൻ, കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ ഇതാണ്, അഡ്വർടൈസിംഗ് ദ വാക്കൻസി. ഓപ്ഷൻ ബി, ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്. ഓപ്ഷൻ സി, HOD intimating the HR manager about a vacancy. Option D, conducting interviews. എന്തായിരിക്കും ആൻസർ? പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. സി ആണ് ആൻസർ അല്ലെ. എന്താണ്? HOD intimating HR manager about a vacancy. അതല്ലേ അതിൽ നടത്തണ്ടേ? വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്കൻസി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരെ അറിയിക്കണം? HR മാനേജറിനെ അറിയിക്കണം. അതാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്. റിക്രൂട്ട്മെന്റിന് മുമ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് an intent for talent acquisition? ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് intent for talent acquisition? Option A, to formally request new employees from the HR department. Option B, to offer a job to a selected candidate. Option C,
to assess a candidate during an interview. Option D, to terminate an employee. എന്തായിരിക്കും ആൻസർ? ഒന്നുകൂടെ ഓപ്ഷൻസ് വായിക്കണോ? ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കണോ? ഓപ്ഷൻ എ ഇതായിരുന്നു. അതായത് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ? ടാലന്റ് അക്വിസിഷൻ ഇന്റന്റ്, ദാറ്റ് മീൻസ് റിക്വസ്റ്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ, അതിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ടു ഫോർമലി റിക്വസ്റ്റ് ന്യൂ എംപ്ലോയീസ് ഫ്രം ദ HR ഡിപ്പാർട്ട്മെന്റ്. അതായത് HR ഡിപ്പാർട്ട്മെന്റിനോട് പുതിയ എംപ്ലോയീസിനെ വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ഡി, ടു ഓഫർ എ ജോബ് ടു എ സെലക്ടഡ് കാൻഡിഡേറ്റ്. സെലക്ടഡ് കാൻഡിഡേറ്റിനോട് നമ്മളൊരു ജോബ് ഓഫർ ചെയ്യുന്നു. ഓപ്ഷൻ സി, ടു അസസ് എ കാൻഡിഡേറ്റ് ഡ്യൂറിംഗ് ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നു. ടു ടെർമിനേറ്റ് ആൻ എംപ്ലോയി, ഒരു എംപ്ലോയിനെ നമ്മൾ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എ ആണ് അല്ലെ? എന്താണ്? ടു ഫോർമലി റിക്വസ്റ്റ് ന്യൂ എംപ്ലോയീസ് ഫ്രം ദി HR ഡിപ്പാർട്ട്മെന്റ്. ഇന്റന്റ് ചെയ്യാന്ന് വെച്ചാൽ റിക്വസ്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു? പുതിയ എംപ്ലോയീസിന് വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. നമ്മൾ പറഞ്ഞതും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലിസ്റ്റഡ് as a method for acquiring employees? അപ്പൊ നമ്മൾക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ നമ്മളൊരു എൻറോളം മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി വാക്കിൻ കാൻഡിഡേറ്റ്, ഓപ്ഷൻ സി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഓപ്ഷൻ ഡി എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്. ഏതായിരിക്കും? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. എന്താണ്? യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ മൈറ്റ് എ കമ്പനി പ്രിഫർ പേഴ്സണൽ റെഫറൻസസ് ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഫോർ ദ റിക്രൂട്ട്മെന്റ്? ക്ലിയർ? വൈ മൈറ്റ് എ കമ്പനി പ്രിഫർ പേഴ്സണൽ റെഫറൻസസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഫോർ റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ നിലവിലുള്ള സ്റ്റാഫുകളിൽ നിന്നും നമ്മൾ പേഴ്സണൽ റെഫറൻസസുകൾ പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓപ്ഷൻ ബി, എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആർ ലെസ് ലൈക്ലി ടു റെക്കമെൻഡ് fraudulent candidates. Option C, it guarantees the new hire will be successful. Option D, it eliminates the need for an interview. ഇത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് ചിന്തിച്ച് നമ്മൾ ആൻസർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു പേഴ്സണൽ റെഫറൻസിലൂടെ നമുക്ക് കാൻഡിഡേറ്റിന് ലഭിക്കാം. ഓക്കെ, എന്താണ്? സനിലയുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഇതായിരുന്നു. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ടാണോ? അതാണോ കറക്റ്റ് ആൻസർ? ജിജിമോള് പറഞ്ഞു ഓപ്ഷൻ സി, അതായത് ഇറ്റ് ഗ്യാരണ്ടീസ് ദ ന്യൂ ഹയർ വിൽ ബി സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഡി പറഞ്ഞത് ആരാണ്? അശ്വതി പറഞ്ഞു ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ എൻ ഇന്റർവ്യൂ. ഇത് രണ്ടും അല്ല ആൻസർ, ഇത് മൂന്നും അല്ല ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണെന്നറിയോ? എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആർ ലെസ് ലൈക്ലി ടു റെക്കമെൻഡ് fraudulent candidates. അതിനെപ്പറ്റി അവിടെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചു. അതായത് നമ്മൾ പേഴ്സണൽ റെഫറൻസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാനിപ്പോ ഒരാളെ റെഫർ ചെയ്യാണ്, അയാൾ ജോലിക്ക് കയറി, എന്റെ റെക്കമെൻഡേഷനിലാണ് അയാൾ ജോലിക്ക് കയറിയത്. ആ വ്യക്തി ജോലിക്ക് കയറിയിട്ട് അവരൊരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു എന്ന് വിചാരിക്കാം. അത് ആരെയാണ് ബാധിക്കുക? എന്നെയാണ് ബാധിക്കുക. കാര്യം ഞാനാണ് ആ വ്യക്തിനെ റെക്കമെൻഡ് ചെയ്തത്. ഞാൻ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അപ്പൊ എന്റെ ആ ഒരു എന്താണ് ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കുന്നു എന്ന് മാത്രമല്ല എന്റെ ഇമേജ് അവിടെ നഷ്ടപ്പെടും ആണല്ലോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം എന്താണ്? അയാളെ ഏതെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തി എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് എന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ആൻസർ വരുന്നത്. അതാണ് ആൻസർ കേട്ടോ. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആർ ലെസ് ലൈക്ലി ടു റെക്കമെൻഡ് ഫ്രോഡുലന്റ് കാൻഡിഡേറ്റ്. ചോദ്യം വായിക്കാം കേട്ടോ. വൈ മൈറ്റ്
a company prefer personal references from existing staff for the recruitment? ഇതാണ് ചോദ്യം. Why might a company prefer personal references from existing staff for the recruitment? റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളിൽ നിന്നുമുള്ളൊരു റെഫറൻസ് അത് എന്തുകൊണ്ടാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത്? ഉത്തരം നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആർ ലെസ് ലൈക്ലി ടു റെക്കമെൻഡ് ഫ്രോഡുലന്റ് കാൻഡിഡേറ്റ്സ്. അതെ, ഫ്രോഡുലന്റ് കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കുറവാണ്. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ റെഫർ ചെയ്യൂ കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ നമുക്ക് കേൾക്കുമ്പോ എന്താണ്, ബാക്കി മൂന്നും കറക്റ്റ് ആണെന്ന് തോന്നും അല്ലെ. ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിട്ടും ഇത് ന്യൂ ഹയർ വിൽ ബി സക്സസ്ഫുൾ ആയിട്ടും എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ആൻ ഇന്റർവ്യൂ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. പക്ഷെ ഇന്റർവ്യൂ എന്തായാലും നടത്തും. അതിപ്പോ നമ്മളെ റെക്കമെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഇന്റർവ്യൂ നടത്തിയിട്ട് തന്നെയാണ് ആ കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യുള്ളൂ, പോസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻസർ ഒന്നുകൂടെ വേണം. ആൻസർ ഇതാണ്. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആർ ലെസ് ലൈക്ലി ടു റെക്കമെൻഡ് fraudulent candidates. Existing staff are less likely to recommend fraudulent candidates. Okay. Third question. Third question. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് അല്ല, നമ്മൾ പഠിച്ച ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ തുടക്കമേ പിരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് അല്ലെ. നമ്മളെ കൺസെപ്റ്റ് എന്താന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. അത് ക്ലിയർ ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആൻസർ ചെയ്യാൻ ഈസിയാണ് നമുക്ക്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതിൽ നിന്ന് വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയല്ല ചോദിക്കുന്നത്, നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ, സംഭവം മനസ്സിലായിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. What is the main purpose of shortlisting applications? നമ്മൾ ഷോർട്ട് ലിസ്റ്റിങ്ങിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ടു ഹയർ ദ ഫസ്റ്റ് 50 applicants. ഓപ്ഷൻ ബി, ടു മേക്ക് ദ ഇന്റർവ്യൂ പ്രോസസ് സിംപ്ലർ and more focused on suitable candidates. Option C, to collect as many resumes as possible. Option D, to avoid advertising the job opening. Concept clear ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. What is the main purpose of shortlisting applications? Applications shortlist ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? Option A, to hire the first 50 applicants. Option B, to make the interview process simpler and more focused on suitable candidates. Option C, to collect as many resumes as possible. Option D, to avoid advertising the job opening. Answer പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, അവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എന്തിനാ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അതായത് ആ ഇന്റർവ്യൂ പ്രോസസ്സ് സിംപ്ലർ ആക്കാനാണ്. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ 750 അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാല് 750 കാൻഡിഡേറ്റ്സിന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ഇന്റർവ്യൂ പ്രോസസ്സ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഉത്തരം എന്താണ്? ടു മേക്ക് ദ ഇന്റർവ്യൂ പ്രോസസ് സിംപ്ലർ. ഇന്റർവ്യൂ പ്രോസസ് സിംപ്ലർ ആക്കാനും ആൻഡ് മോർ ഫോക്കസ്ഡ് ഓൺ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്, കുറെ കൂടെ സ്യൂട്ടബിൾ കാൻഡിഡേറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും അതുകൊണ്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇതാണ് കോൺഫിഡൻസ് ഒക്കെ പോയോ? അതാണ് ആരും ഒന്നും മിണ്ടാത്തത്. നിങ്ങൾക്ക് പറ്റും കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് എല്ലാരും പോയോ? ഓക്കെ, ഇല്ല. ചോദ്യങ്ങൾ പരിചയപ്പെടാം കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ഒരു കോൺഫിഡൻസ് കിട്ടും, ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അടുത്ത നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ പാരാമീറ്റർ ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ്? കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പാരാമീറ്റർ താഴെ തന്നിരിക്കുന്നവർ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കുറെ പാരാമീറ്റേഴ്സുകൾ പറഞ്ഞു. ക്വാളിഫിക്കേഷൻ, ഏജ്, റേറ്റ് ഓഫ് ബർത്ത്, അത് എന്നൊക്കെ പറഞ്ഞു കുറെ വായിച്ചിട്ടുണ്ട് അതിനകത്ത്. ഓപ്ഷൻസ് വായിക്കാം.
Option A, height and weight. Option B, political affiliation. Option C, qualification, experience and salary range. Option D, social media popularity. Use your common sense. Answer കിട്ടുന്നില്ല. എന്തായിരിക്കും? Option C. Okay. അത് വായിക്കുമ്പോൾ തന്നെ കിട്ടൂല. എന്താണ്? ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് സാലറി റേഞ്ച്. അല്ലാണ്ട് ഹൈറ്റും വെയിറ്റും നോക്കിയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വല്ല സപ്പോർട്ട് ഉണ്ടോ, സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റി കൊണ്ടാണോ ഒരാളെ നമ്മൾ അതാണോ പാരാമീറ്റർ എടുക്കുന്നത്? അല്ല. പിന്നെന്താണ്? ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് സാലറി റേഞ്ച്. ഓക്കെ, ക്ലിയർ. അടുത്തത് കേട്ടോ, ഓപ്ഷൻ സോറി ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Composition of an interview panel primarily depends on what? ചോദ്യം ശ്രദ്ധിക്കുക. Composition of interview panel primarily depends on what? എന്നാണ് ചോദ്യം. Option A, availability of any senior staff. Option B, category of the position being filled. Bracket കൊടുത്തിട്ടുണ്ട്. Example, senior, junior, lower staff. Option C, the number of applicants for the role. Option D, the preference of the HR manager. ഇതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായ ചോദ്യം? ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കാറ്റഗറി ഓഫ് ദ പൊസിഷൻ ബീങ് ഫിൽഡ്. അല്ലെ, ഏത് കാറ്റഗറിയിലേക്കാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആരെ തീരുമാനിക്കുന്നത്? പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. അല്ലെ, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ജനറൽ കൺസെപ്റ്റ് ആണ് ചോദിച്ചിരുന്നത് കേട്ടോ. പിന്നെന്താണ്? ഹൂ വുഡ്, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. Who would typically be on the interview panel for a senior management position like a vice president? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇത് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം. അല്ലെ, എന്താണ്? Who would typically be on the interview panel for a senior management position like a vice president? അപ്പൊ നമ്മൾ അവിടെ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള്, ജൂനിയർ മാനേജ്മെന്റിൽ വരുന്ന സ്റ്റാഫുകള്, ലോവർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകൾ, അതൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഓൺലി HR മാനേജർ. ഓപ്ഷൻ ബി, ചെയർമാൻ, ടെക്നിക്കൽ ഹെഡ്, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഓപ്ഷൻ സി, ദ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ. ഓപ്ഷൻ ഡി, എ ജൂനിയർ അക്കൗണ്ട്സ് സ്റ്റാഫ് മെമ്പർ. നിങ്ങൾ പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അശ്വതി സാനിന്റെ ജിജിബോൾ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി എന്താണ്? ചെയർമാൻ, ടെക്നിക്കൽ ഹെഡ്, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അടുത്തത് കേട്ടോ, 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻ ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം IOM ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്? ചോദ്യം കൊണ്ട് വായിക്കാണ്. What is the purpose of an inter-office memorandum in the interview process? Option A, to send a job offer to a candidate. Option B, to formally confirm the interview schedule with the panel members. Option C, to advertise a job vacancy internally. Option D, to request a new talent acquisition. എന്താണ് ആൻസർ? പറഞ്ഞോളൂ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. എന്ത്? ടു ഫോർമലി കൺഫേം ഇന്റർവ്യൂ ഷെഡ്യൂൾ വിത്ത് പാനൽ മെമ്പേഴ്സ്. പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അവരോട് രേഖാമൂലം നമ്മൾ അത് കൺഫേം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ, അതാണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ ഷുഡ് ബി ഇൻക്ലൂഡഡ് in an interview call letter to avoid future disputes? ശ്രദ്ധിക്കാട്ടോ, ചോദ്യം ശ്രദ്ധിക്കാം. What important detail should be included in an interview call letter to avoid future disputes? അതായത് ഭാവിയിലുള്ള ഡിസ്പ്യൂട്ടുകളെ, സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ഒരു കോൾ ലെറ്ററിൽ നമ്മൾ താഴെ പറയുന്ന എന്ത് ഡീറ്റെയിൽ ആണ് ഉൾപ്പെടുത്തുന്നത്? കോണ്ടെക്സ്റ്റ് അവിടെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വായിക്കാം. ദ നെയിംസ് ഓഫ് ഓൾ അതർ കാൻഡിഡേറ്റ്സ്. ഓപ്ഷൻ ബി, എ ഗ്യാരണ്ടി ഓഫ് എംപ്ലോയ്മെന്റ്. ഓപ്ഷൻ സി, എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് നോ PA or DA will be paid for attending the interview. Option D, the expected questions that will be asked. ഉത്തരം പറഞ്ഞു.
ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്, കറക്റ്റ്. എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് നോ ടി എ ഓർ ഡി എ വിൽ ബി പെയ്ഡ് ഫോർ അറ്റൻഡിങ് ഇന്റർവ്യൂ. പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളൊരു കോൾ ലെറ്റർ അയക്കുമ്പോൾ ചില ആൾക്കാർ ഇന്റർവ്യൂവിന് എന്ത് കൊടുക്കും? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും അതിന് വേണ്ട പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനി ഉണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരാമർശിക്കേണ്ട കാര്യമില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതേസമയം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പറയണ്ട. പക്ഷെ കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മളിപ്പോ ചില ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പരാമർശിക്കണം എന്ന് നമ്മൾ കോൾ ലെറ്റർ ആ ഭാഗം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ട് അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്? കാരണം പിന്നീട് ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആൻസർ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് നോ ടി എ ഓർ ഡി എ ദാറ്റ് വിൽ ബി പെയ്ഡ് ഫോർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം. The call letter salutation suggested in the text is dear candidate instead of using their name. Why? ചോദ്യം മനസ്സിലായോ? The call letter salutation suggested in the text is dear candidate instead of using their name. Why? നമ്മൾ ഒരാളുടെ പേര് വെച്ചല്ല സല്യൂട്ട് ചെയ്യുന്നത്. കോൾ ലെറ്റർ കൊടുക്കുമ്പോൾ ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, to save time for the HR department. Option B, because a formal relationship with the candidate has not yet been established. Option C, to maintain the candidate's anonymity. Then option D, it is a legal requirement. നിങ്ങൾ പറയൂ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. Because a formal relationship with the candidate has not yet been established. കാര്യം നമ്മൾ വായിച്ചു പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ചിന്തിക്കണം, ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരു കോൾ ലെറ്റർ അയക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ പേരെടുത്ത് അയക്കില്ല. ഡിയർ അശ്വതി, ഡിയർ സനില, ഡിയർ ജിജിമോൾ, ഡിയർ അർച്ചന, അങ്ങനെ നമ്മൾ ഒരിക്കലും അയക്കില്ല. അത് ഡിയർ കാൻഡിഡേറ്റ്. കാര്യം എന്താ? നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടില്ല, അവരായിട്ടൊരു ഫോർമൽ റിലേഷൻഷിപ്പ് വന്നിട്ടില്ല. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കുമ്പോൾ, ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുമ്പോൾ നമ്മൾ ഡിയർ കൃഷ്ണകുമാർ, അല്ലെങ്കിൽ ഡിയർ അഞ്ജന, ഡിയർ ജിജിമോൾ, അല്ലെങ്കിൽ ഡിയർ സനില, ഡിയർ അശ്വതി എന്നൊക്കെ പറഞ്ഞ്, ഡിയർ ഫർസാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സല്യൂട്ട് ചെയ്യും. കാര്യം അവിടെ നമ്മൾ എന്ത് കഴിഞ്ഞു? ഇന്റർവ്യൂ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷെ ഒരു കോൾ ലെറ്റർ അയക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ പേര് ഉപയോഗിച്ച് പരാമർശിക്കാം കേട്ടോ. അതിന്റെ കാരണം മനസ്സിലായല്ലോ? ബിക്കോസ് എ ഫോർമൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കാൻഡിഡേറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് നമുക്ക് ഇനി ആദ്യം എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പരിചയപ്പെടാന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ആ കൺസെപ്റ്റുകൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക. നമ്മൾ ഡിപ്ലോമയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൃത്യമായിട്ട് ആൻസർ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ പി ജി പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ചാപ്റ്റർക്ക് അങ്ങനെയാണ്. ഇതിന് നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഇപ്പൊ HR മാനുവല്, അത് HR ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്ന HR, അങ്ങനെയൊക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അല്ലാത്തത് നിങ്ങൾ കൺസെപ്റ്റുകളാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാൻഡ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഡിയർ കാൻഡിഡേറ്റ് പോലുള്ള സല്യൂട്ടേഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നുണ്ട്. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം, കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നാളെ കാണാം. ഓക്കെ, താങ്ക് യു.